ബട്ടർ, വെളിച്ചെണ്ണ, നെയ്യ്, ബീഫ് ഇതൊക്കെ കഴിച്ചാൽ കൊളസ്ട്രോൾ വരും. കൊളസ്ട്രോൾ കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് വരും. വർഷങ്ങളായിട്ട് സ്ഥിരമായി നമ്മൾ കേൾക്കുന്നൊരു കഥയാണിത്. പക്ഷേ ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. രണ്ടുപേർക്കും LDL നമ്പർ ഒരേപോലെയാണ്. രണ്ടുപേരുടെയും റിപ്പോർട്ടിൽ നോർമൽ എന്ന് എഴുതിയിട്ടുമുണ്ട്. പക്ഷേ അതിൽ ഒരാൾക്ക് 5 വർഷത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് വന്നു, മറ്റൊരാൾക്ക് ഒന്നും സംഭവിച്ചില്ല. എങ്ങനെയാണത് പോസിബിൾ? അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, ദിവസവും ബട്ടർ കഴിക്കുന്ന എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വരുമോ? വരുന്നില്ല. അപ്പോൾ ശരിക്കും എന്താണ് നമ്മുടെ ആർട്ടറിയുടെ ഉള്ളിൽ നടക്കുന്നത്? ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, കൊളസ്ട്രോൾ എന്ന വാക്കിനെ നിങ്ങൾ പഴയ പോലെ കാണുകയേ ചെയ്യില്ല. സോ ഹൗ കൊളസ്ട്രോൾ റിയലി കോസസ് ഹാർട്ട് ഡിസീസ്. ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്യാം, കൊളസ്ട്രോൾ ഒരു പോയിസൺ അല്ല. സത്യത്തിൽ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ ജീവനോട് തന്നെ ഇരിക്കില്ല. അതാണ് അതിൻ്റെ സത്യം. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിൻ്റെയും വാളിൻ്റെ ഉള്ളിൽ കൊളസ്ട്രോൾ ഉണ്ട്. ഹോർമോൺസ് ലൈക്ക് ടെസ്റ്റോസ്ട്രോൺ, ഈസ്ട്രജൻ, കോർട്ടിസോൾ ഇതെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വേണം. വിറ്റാമിൻ ഡി ഉണ്ടാകാൻ പോലും കൊളസ്ട്രോൾ വേണം. നമ്മുടെ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ ബൈലാസിഡ് ഇല്ലേ, നമ്മൾ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്നത് ബൈലാസിഡാണ്. അതും കൊളസ്ട്രോളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകും കൊളസ്ട്രോൾ എന്നത് നമ്മുടെ ശത്രു അല്ല എന്നുള്ളത്. പക്ഷേ ഒരു ചോദ്യം, ഇത്ര പ്രധാനപ്പെട്ട ഒരു മോളിക്യൂൾ ആയിട്ടും എന്തുകൊണ്ടാണ് അത് ചിലരിൽ ഹാർട്ട് അറ്റാക്കായി മാറുന്നത്? അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ ആദ്യം കൊളസ്ട്രോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ അറിയണം. പലരും വിചാരിക്കുന്നത് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കൊളസ്ട്രോൾ വരുന്നതെന്നാണ്. പക്ഷെ സത്യം എന്തെന്നാൽ നമ്മുടെ ശരീരം തന്നെ ഏകദേശം 80% കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മുടെ ലിവറാണ്. അപ്പോൾ ബട്ടർ കഴിച്ചതുകൊണ്ട് മാത്രം കൊളസ്ട്രോൾ ഉണ്ടാകുന്നില്ല. കാര്യം അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്. ലിവർ കൊളസ്ട്രോൾ ഉണ്ടാക്കിയ ശേഷം അതെങ്ങനെയാണ് ബ്ലഡിലൂടെ യാത്ര ചെയ്യുന്നത്? ഇവിടെയാണ് എല്ലാവരും LDL എന്ന് വിളിക്കുന്ന കഥ തുടങ്ങുന്നത്. അപ്പോൾ ലിവർ കൊളസ്ട്രോൾ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. കൊളസ്ട്രോൾ വെള്ളത്തിൽ ലയിക്കില്ല. പക്ഷെ നമ്മുടെ ബ്ലഡിൻ്റെ വലിയൊരു ഭാഗം വെള്ളമാണ്. അപ്പോൾ ലിവർ ഉണ്ടാക്കിയ കൊളസ്ട്രോൾ ശരീരത്തിൽ ബാക്കി ഭാഗങ്ങളിലേക്ക് എങ്ങനെ എത്തും? അതിനുവേണ്ടിയാണ് നമ്മുടെ ശരീരം ഒരു ഡെലിവറി സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഡെലിവറി ട്രക്ക് എന്ന് വിചാരിച്ചാൽ മതി. ഈ ട്രക്കിൻ്റെ ഉള്ളിൽ കൊളസ്ട്രോളും കയറി, ട്രൈഗ്ലിസറൈഡും കയറി, പുറത്തൊരു പ്രോട്ടീൻ ഷെല്ലും ഉണ്ട്. ഇത് മുഴുവൻ പാക്കേജ് ചെയ്ത് നമ്മളിതിനെ ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നു. അപ്പം ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫാറ്റ് ഡെലിവർ ചെയ്യുന്ന ഒരു വാഹനം. ഇനി ഇവയിൽ പല തരമുണ്ട്, പല ടൈപ്പ് ഓഫ് വാഹനങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് 4 വാഹനങ്ങൾ മാത്രം അറിയാം. ഇപ്പോൾ ലിവറിൽ നിന്ന് വിടുന്നത് ഒരു വാഹനം VLDL, മറ്റൊരു വാഹനം IDL, പിന്നെയുള്ള ഒരു വാഹനം LDL, പിന്നെയുള്ള ഒരു വാഹനം VLDL. അപ്പോൾ ആദ്യം ലിവർ പുറത്തിറക്കുന്നതാണ് VLDL, വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. ഇതിൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് ഡെലിവറി ചെയ്യലാണ്. ഒരു ട്രക്കർ നിറയെ ട്രൈഗ്ലിസറൈഡ് ആയിരിക്കും. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യും. യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ട്രൈഗ്ലിസറൈഡ് ഓരോ ടിഷ്യൂവിലേക്കും ഇങ്ങനെ ഇറക്കി വെച്ചുകൊണ്ടിരിക്കും. ഓരോ തവണ ട്രൈഗ്ലിസറൈഡ് ഇറക്കി വെക്കുന്നതോടുകൂടി ഈ ട്രക്ക് ചെറുതായി മാറാൻ തുടങ്ങും. അപ്പോൾ അടുത്ത സ്റ്റേജാണ് IDL ഒരു അടുത്ത വണ്ടി. അപ്പോൾ അതിനെ ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയും. ഇതൊരു ട്രാൻസിഷൻ സ്റ്റേജ് മാത്രമാണ്. കുറച്ചുകൂടി ട്രൈഗ്ലിസറൈഡ് ഡെലിവറി ചെയ്യാനുണ്ട്. അവസാനം ഇതൊരു LDL ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ജോലിയും മാറി തുടങ്ങി. ഇപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ LDL ഒരു ബാഡ് കൊളസ്ട്രോൾ അല്ല, LDL ഒരു ഡെലിവറി വെഹിക്കിളാണ്. അപ്പോൾ അതിൻ്റെ ജോലി കൊളസ്ട്രോൾ ശരീരത്തിൻ്റെ ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ 2 ആളുകൾക്കും LDL ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ കാര്യം. എന്നിട്ടും ഒരാൾക്ക് മാത്രം പ്ലാക്ക് ബിൽഡായി അയാൾ മരിച്ചുപോയി. എന്തുകൊണ്ടത്? അതിനുള്ള ഉത്തരമാണ് LDLൻ്റെ ഉള്ളിൽ അല്ല, LDLൻ്റെ പുറത്താണ്. ഇവിടെയാണ് ApoB വരുന്നത്. ഓരോ LDL പാർട്ടിക്കിളിൻ്റെയും പുറത്തൊരു പ്രോട്ടീൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ApoB. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ലൈസൻസ് പ്ലേറ്റ് പോലെ നമുക്ക് കരുതാം. അപ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, ഒരു LDL പാർട്ടിക്കിൾ, ഒരു ApoB, 2 LDL പാർട്ടിക്കിൾസ്, 2 ApoB, 100 LDL പാർട്ടിക്കിൾസ്, 100 ApoB. അതുകൊണ്ടാണ് ApoB ടെസ്റ്റ് ഇത്ര പവർഫുൾ ആകുന്നത്. ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. 2 ഡെലിവറി കമ്പനീസ് ഉണ്ട്. കമ്പനി A 100 വലിയ ട്രക്ക്, കമ്പനി B 200 ചെറിയ ട്രക്ക്. 2 പേരും ഡെലിവർ ചെയ്യുന്നത് ഒരേ എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ആണ്. പക്ഷേ റോഡിൽ കൂടുതൽ ട്രക്ക് ആരുടേതാണ്? കമ്പനി B. അതാണ് ApoB. ഇനി LDLC എന്ന് പറയുന്നത് ട്രക്കിൻ്റെ ഉള്ളിൽ എത്ര കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ApoB പറയുന്നത് റോഡിൽ എത്ര ട്രക്കുകൾ ഉണ്ട് എന്നതാണ്. അപ്പോൾ ഹാർട്ട് ഡിസീസ് റിസ്ക് മനസ്സിലാക്കാൻ പല സാഹചര്യങ്ങളും ട്രക്കിൻ്റെ എണ്ണം അറിയുന്നതായിരിക്കും നമുക്ക് കൂടുതൽ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാ LDL പാർട്ടിക്കിൾസിനും ഒരേ സൈസല്ല. ചിലത് വലുതാണ്, ചിലത് ചെറിയതാണ്. ഈ ചെറിയ വ്യത്യാസമാണ് ചിലരിൽ പ്ലാക്ക് ബിൽഡ് ചെയ്യാനുള്ള സാധ്യത കൂട്ടുന്നത്.
അപ്പോൾ ഇതുവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കി. LDL ഒരു ഡെലിവറി ട്രക്കാണ്, ApoB ഒരു ട്രക്കിൻ്റെ എണ്ണം പറയുന്നതും. പക്ഷേ എല്ലാ ട്രക്സും ഒരുപോലെ അല്ലാന്നും നമ്മൾ പറഞ്ഞു. ചില LDL പാർട്ടിക്കിൾസ് വലുതാണ്, ചിലത് വളരെ ചെറുതാണ്. ഇതിനെയാണ് നമ്മൾ പാറ്റേൺ A എന്നും പാറ്റേൺ B എന്നും വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. പാറ്റേൺ A ഒരു ബേസ്ബോൾ പോലെയാണ്, പാറ്റേൺ B ഒരു ഗോൾഫ് ബോൾ പോലെ. ഗോൾഫ് ബോൾ ചെറുതാണ്, അതേപോലെ തന്നെ കൂടുതലായിട്ട് ഡെൻസ് ആയിട്ടുള്ളൊരു ബോളാണ്. ഈ സൈസ് വ്യത്യാസം എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, പ്ലാക്ക് ഫോർമേഷൻ തുടങ്ങുന്നത് എവിടെയാണ്? എൻഡോത്തീലിയൽ ഡാമേജ്. അവിടെ ഈ ചെറിയ പാർട്ടിക്കിൾസ് റിട്ടേൺ ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് പാറ്റേൺ ബിയെ കൂടുതൽ അത്രോജനിക് പാറ്റേൺ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഒരു ചോദ്യം, ഈ പാറ്റേൺ ബി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൈഗ്ലിസറൈഡ് വരുന്നത്. VLDL ട്രൈഗ്ലിസറൈഡ് ഉയരുമ്പോൾ LDL പാർട്ടിക്കിൾസ് റീമോഡ്യൂൾ ചെയ്യപ്പെടും. അത് ചെറിയതും കൂടുതൽ ഡെൻസുള്ള പാറ്റേൺ ബി ആക്കിയിട്ട് മാറ്റും. ഇതിന് പിന്നിൽ CETP എന്നൊരു പ്രോട്ടീൻ ഉണ്ട്. ഡീറ്റെയിൽസ് ഇപ്പം പറയുന്നില്ല, ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ചോദ്യം ഉണ്ടാവും, ഈ ട്രൈഗ്ലിസറൈഡ് എന്തുകൊണ്ടാണ് ഉയരുന്നത്? റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ എന്നിവയാണ് ട്രൈഗ്ലിസറൈഡ് ഉയർത്താനുള്ള പ്രധാന കാരണങ്ങൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം, ഈ ബട്ടർ നെയ്യൊക്കെ ഇതിലെവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത്? ഇവിടെയാണ് നമുക്ക് വരാൻ പോകുന്ന ശരിയായ കൺഫ്യൂഷൻ. ഈ ബട്ടർ, നെയ്യ്, കോക്കനട്ട് ഓയിൽ അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് പാറ്റേൺ ബി നേരിട്ടുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ലോ കാർബോഹൈഡ്രേറ്റ് ഫോളോ ചെയ്യുന്ന പലരിലും ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പാറ്റേൺ എയിലേക്ക് കൂടുതൽ ഷിഫ്റ്റായിട്ട് മാറും LDL. പക്ഷേ അവിടെ കഥ തീരുന്നില്ല. സാച്ചുറേറ്റഡ് ഫാറ്റിന് മറ്റൊരു മെക്കാനിസം കൂടിയുണ്ട്. ചില ആളുകളിൽ ലിവറിൽ LDL റിസപ്റ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ബ്ലഡിലുണ്ടാകുന്ന LDL പാർട്ടിക്കിൾസിൻ്റെ ക്ലിയറൻസും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ LDL-Cയും ApoBയും ഉയർന്ന നിലയിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനുണ്ട്. പാറ്റേൺ 1 പാർട്ടിക്കിൾ കൗണ്ട് വേറൊന്ന്. ഒരാൾക്ക് പാറ്റേൺ A പാർട്ടിക്കിൾസ് ആയിരിക്കാം, പക്ഷേ ApoB വളരെ കൂടുതലും ആയിരിക്കാം. മറ്റൊരാൾക്ക് LDL-C നോർമൽ ആയിരിക്കും, പക്ഷേ ചെറിയ പാറ്റേൺ B പാർട്ടിക്കിൾസ് ധാരാളം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ലോ കാർബ് അപ്രോച്ച് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അത് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും LDL നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാനും മെറ്റബോളിക് ഹെൽത്ത് മെച്ചപ്പെടുത്താനും പലരിലും സഹായിക്കും. പക്ഷേ അതേസമയം നിങ്ങളുടെ ApoB വളരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനും നമുക്ക് പറ്റില്ല. കാരണം ഈ പ്ലാക്ക് ബിൽഡ് ആകാൻ പാർട്ടിക്കിൾ കൗണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇനി ഒരു ചോദ്യം മാത്രം ബാക്കി. LDL ആർട്ടറിക്കുള്ളിൽ എങ്ങനെ കുടുങ്ങുന്നു? എങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്നു? മാക്രോഫേജ് എങ്ങനെ ഫോം സെൽ ആകുന്നു? അവിടെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ യഥാർത്ഥ കഥ തുടരുന്നത്. ഇതുവരെ നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കി. 1, LDL ഒരു ഡെലിവറി വെഹിക്കിളാണ്. 2, ApoB പാർട്ടിക്കിൾ ഒരു കൗണ്ടാണ്. 3, മെറ്റബോളിക് ഹെൽത്ത് മോശമാകുമ്പോൾ പാറ്റേൺ B കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നും ഹാർട്ട് അറ്റാക്ക് അല്ല. ഹാർട്ട് അറ്റാക്ക് തുടങ്ങുന്നത് നിങ്ങളുടെ ആർട്ടറിയുടെ ഉള്ളിലാണ്. ആദ്യം ആർട്ടറിയുടെ ഉള്ളിലുള്ള പ്രൊട്ടക്റ്റീവ് ലൈനിങ് എൻഡോത്തീലിയം അതിനൊരു ഡാമേജ് വരും. ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ ഹൈ ബ്ലഡ് ഷുഗർ, ഹൈ ബ്ലഡ് പ്രഷർ, സ്മോക്കിങ്, ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ. അപ്പം പ്ലാക്കിൻ്റെ കഥ തുടങ്ങുന്നത് ഈ കാരണങ്ങളിലൂടെയാണ്. ഈ എൻഡോത്തീലിയം ഡാമേജ് ആയ സ്ഥലത്ത് ApoB ഉള്ള പാർട്ടിക്കിൾസൊക്കെ അടിഞ്ഞുകൂടാൻ തുടങ്ങും. അത് LDL ആയിരിക്കാം, LP-little ആയിരിക്കാം. സ്മോൾ ഡെൻസ് LDLന് ഈ റിട്ടൻഷൻ കൂടുതൽ എളുപ്പമായിരിക്കുന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ റിട്ടേൺ ആയ പാർട്ടിക്കിൾസ് അഥവാ കുടുങ്ങിയ പാർട്ടിക്കിൾസ് അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിരിക്കില്ല, ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. ഈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള LDL ആണ് ശരിക്കും പ്രശ്നക്കാരനായി മാറുന്നത്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. കാരണം ഇനി ശരീരം ഇതൊരു നോർമൽ പാർട്ടിക്കിളായിട്ട് കാണില്ല. ഇത്ര നേരം LDL ഒരു നോർമൽ പാർട്ടിക്കിളായിരുന്നു. ഇതിപ്പോൾ ഓക്സിഡൈസ് ആയതിനു ശേഷം ഇതൊരു നോർമൽ പാർട്ടിക്കിളല്ല. അപ്പോൾ ഇതൊരു നോർമൽ അല്ലാത്ത കാര്യം നടക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം അത് ക്ലിയർ ചെയ്യാനെത്തും. അവിടെയാണ് മാക്രോഫേജ് എന്ന് പറയുന്ന ഇമ്മ്യൂൺ സെൽസ് വരുന്നത്. ഓക്സിഡൈസ്ഡ് ആയ LDL റിമൂവ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും വേണ്ടി മാക്രോഫേജ് അവിടെ എത്തും. ഈ മാക്രോഫേജിന് സ്കാവഞ്ചർ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള LDL വിഴുങ്ങി തുടങ്ങും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ സ്കാവഞ്ചർ റിസപ്റ്റേഴ്സിന് ഒരു ഓഫ് സ്വിച്ച് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഈ മാക്രോഫേജ് വീണ്ടും വീണ്ടും ഓക്സിഡൈസ് LDL ഇങ്ങനെ കഴിച്ച് അവസാനം ഇത് ഫോം സെല്ലായി മാറും. അപ്പോൾ ഈ ഫോം സെൽസ് എന്താവും, അവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. പിന്നെ അതിൽ ചിലതൊക്കെ ഇങ്ങനെ മരിച്ചു തുടങ്ങും. അവയുടെ ഉള്ളിലുള്ള റിപ്പിഡ്സൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങും. പിന്നെ ആദ്യം ഇതൊരു ഫാറ്റി സ്ട്രീക്കായിട്ട് മാറും. പിന്നീട് ഇതൊരു ഫൈബ്രസ് പ്ലാക്ക്. വർഷങ്ങളോളം ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു
സ്റ്റേജ് വരെ ഒരൊറ്റ സിംറ്റംസ് പോലും അധികം പേർക്കും ഉണ്ടാവില്ല. അപ്പോൾ പ്രശ്നം തുടങ്ങുന്നത് പ്ലാക്ക് റപ്ചർ ചെയ്യുമ്പോഴാണ്. ഈ പ്ലാക്ക് ഇങ്ങനെ പൊട്ടുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ബ്ലഡ് ക്ലോട്ട് രൂപപ്പെടും. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട് രൂപപ്പെടുമ്പോൾ ഇത് ആർട്ടറീനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് സംഭവിക്കുന്നത് ഹാർട്ടിലും കൂടി ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക്. ഇനി സപ്പോസ് ബ്രെയിനിലാണെങ്കിൽ ഇതിന് നമുക്ക് സ്ട്രോക്ക്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിലേക്ക് നമുക്കിനി തിരിച്ചു പോവാം. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അഥവാ ബട്ടർ, നെയ്യ്, വെളിച്ചെണ്ണ കഴിച്ചാൽ മാത്രം ഹാർട്ട് അറ്റാക്കിന് വരുമോ ഇല്ലയോ? ഇല്ല. അപ്പോൾ ഈ ഹാർട്ട് ഡിസീസ് എന്നത് ഒരു സിംഗിൾ ന്യൂട്രിയൻ ഡിസീസ് അല്ല, ഇതൊരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അതുകൊണ്ടാണ് ഞാൻ മെറ്റബോളിക് ഹെൽത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക, ട്രൈഗ്ലിസറൈഡ് ഹൈ ആണെങ്കിൽ അത് കുറക്കുക, ഇനി ബ്ലഡ് ഷുഗർ ഹൈ ആണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ നോക്കുക, കുറക്കാൻ നോക്കുക, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ നോക്കുക, സ്മോക്കിംഗ് ഹാബിറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക, പിന്നെ എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. അതോടൊപ്പം തന്നെ ApoB, എൽപിലിറ്റിലെ ഇവയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. എൽപിലിറ്റിലൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്ലാക്ക് എങ്ങനെ രൂപപ്പെടുന്നതൊക്കെ നമുക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് ഒരു വലിയ ചോദ്യം ഇങ്ങനെ ബാക്കി കിടപ്പുണ്ട്. നമ്മളെ ശരീരം കൊളസ്ട്രോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പം ബട്ടർ കഴിച്ചാൽ LDL എന്തുകൊണ്ട് കൂടുന്നു, ഈ സ്റ്റാറ്റിൻ ശരിക്കും എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരും വീഡിയോയിലൊക്കെ എനിക്ക് കൂടുതൽ എങ്ങനെ കൊളസ്ട്രോൾ സിന്തസിസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഓണാക്കിയിടുക. മെറ്റബോളിക് ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഇത്തരം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മലയാളം കണ്ടന്റ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കും. അപ്പം ബൈ ബൈ, see you on next video.